ഹലോ ഗായ്സ്, അപ്പൊ ഞങ്ങൾ ഇന്ന് ഇവിടെ പറയാൻ പോവാണ്. രാവിലെ അല്ല, കുറെ നാളായി പറയണം. പിന്നെ വെള്ളച്ചാട്ടം കാണണം, പുഴ കുളിക്കണം. ഞാൻ പറയും പുഴ കുളിക്കാൻ അതല്ല ഗായ്സ്, എന്ന് വെച്ചാൽ ഒന്നാമത് ജോലി, പിന്നെ പരിപാടി ഉണ്ടാകും, പ്രോഗ്രാംസിന് പോകാൻ ഡാൻസിന്. അപ്പോൾ അങ്ങനെ പ്രോഗ്രാം ഉണ്ടാകും, പോകാൻ പറ്റുന്ന സമയം ഉണ്ടായിരിക്കാം. എൻ്റെ വണ്ടി ഒന്നേക്കാണ്, ഞാൻ എൻ്റെ വണ്ടിക്ക് പോകണം. അപ്പം ഇത് രാവിലെ എഴുന്നേറ്റപ്പോൾ ആൾ പറഞ്ഞു റീൽ കണ്ടപ്പോൾ വടാട്ടുപാറ റീൽ കണ്ടു. അപ്പം അങ്ങനെ വടാട്ടുപാറ പോകാൻ നമ്മളിവിടുന്ന് ഞങ്ങളുടെ വീട്ടിൽ അവിടെ നിന്ന് 1.25 മണിക്കൂർ. നമ്മള് ഭൂതത്താങ്കിട്ടെത്തി ഗായ്സ്. നമ്മളിപ്പോൾ ഓടിച്ചിപ്പോ ഭൂതത്താങ്കിട്ടിന് ഫ്രണ്ടിലെത്തി. നമുക്ക് ലെഫ്റ്റ് എടുത്ത് പോണം. യെസ്, 10 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും പോവാം. ഓക്കെ ഗായ്സ്, ഇപ്പോൾ നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്ത് കൂടെയൊക്കെയാണ് ഗൈസ് പോണത്. നല്ല രസമുണ്ടോ? നമുക്ക് നോക്കാം. എന്റെ മോനെ, അയ്യോ ഞാൻ ഇവിടെ ഒന്നും വന്നിട്ടില്ല. നോക്കൂ ഗൈസ്, എത്ര സുന്ദരമാണ് നമ്മുടെ സ്ഥലങ്ങളൊക്കെ. ഇത് കണ്ടോ? ഇവിടെ ഇവിടെ മുതലുണ്ടാവോ? ഉണ്ടാവോ? ഇവിടെ നമുക്ക് തിരിച്ചു വിടാനാട്ടാ. അവിടെ ആൾക്കാരൊക്കെ ഗൈസ്, നല്ല സൂപ്പർ സ്ഥലം. അപ്പൊ ഇനി ഞങ്ങള് വട്ടപ്പാറ എന്ന് നമ്മൾ വടാട്ടുപാറ എങ്ങനെ ഉണ്ടാവും? എനിക്ക് എക്സൈറ്റ്മെന്റ് ആവണം. അതൊക്കെ അത് കാണിച്ചെടുക്ക്. ഇതാണ് മലമ്പുഴ ഡാം. ഭൂതത്താങ്കിട്ട് സോറി, പെട്ടെന്ന് പാലക്കാട് എത്തിയൊരു ഫീലായി പോയി. നമ്മള് പാലക്കാട് ഗായ്സ്. ഇതിപ്പോ നല്ല മഴക്കോളായോണ്ട് ഡാമിലൊക്കെ വെള്ളമുണ്ട്, ആൾക്കാർ വലയൊക്കെ ഇടുന്നുണ്ട്. 2 ചേട്ടന്മാരെന്നാണ് വലയിടുന്നത് ഗായ്സ്. ഇത്ര നല്ല സ്ഥലം ഉണ്ടായിരുന്നിട്ട് എന്നെ ഇവിടെ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല അച്ഛൻ. ഇന്ന് കൊണ്ടുവന്നില്ലേ കുഞ്ഞോളെ? ഗായ്സ്, ഞങ്ങള് മലമ്പുഴ ഡാമിന്റെ ഫ്രണ്ട് അല്ല സോറി ഗായ്സ്, ഞങ്ങള് ഭൂതത്താങ്കിട്ടിന്റെ ഫ്രണ്ട് 2 ഷട്ടർ കൊടുക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ?
നല്ല രസമുണ്ട് കഴിച്ചിട്ട്. ഞാൻ ആദ്യമായിട്ട് കാണുന്നു. അപ്പോൾ കുഞ്ഞൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇനി ഞങ്ങള് വാടാട്ടുപാറ എത്തിയിട്ട് റിട്ടേൺ പിന്നെ ഞാൻ തിരിച്ച് ഇവിടെ തന്നെ വരുന്നതാണ് കഴിച്ചത്. ഞങ്ങൾ വരും. ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കട്ടെ. ബൈ ഗൈസ്. മണിക്കുട്ടൻ അപ്പോൾ പൊറോട്ടയും മുട്ടക്കറിയും, ഞാനും പൊറോട്ടയും മുട്ടക്കറിയാണ് വാങ്ങിച്ചത്. കഴിച്ചോ മണിക്കുട്ട? എങ്ങനെയുണ്ട്? കൊള്ളാം. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകും. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാ. വാടാട്ടുപാറയിലൊന്ന് മട്ടൻ തിരിഞ്ഞ് കഴിച്ചു. ഇത് വട്ടപ്പാറ എന്ന് തോന്നുന്നു. ഗൈസ്, ഇതാണ് ഗൈസ് വടാട്ടുപാറ. അടിപൊളി അടിപൊളി ഗൈസ്. അപ്പൊ ഞങ്ങള് വടാട്ടുപാറ എത്തിക്കണു ഗൈസ്. ഇനി നാച്ചുറൽ സ്വിമ്മിംഗ് പൂളൊക്കെ എവിടെയാന്ന് ഞങ്ങള് നോക്കി കണ്ടുപിടിക്കണം. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ എത്തിയിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാന്ന് വിചാരിക്കണം. വടാട്ടുപാറയ്ക്ക് എന്നോടാണ് ഇവിടെ ചെരുപ്പ് എന്ന് പറയുന്നത്. ഇടുക്കി മാമല മേലെ നടക്കണം. മാമല മേലെ സൂര്യൻ ഉദിക്കും പൊളിക്കതിൻ വെള്ളിത്തേര്. മൂക്കാങ്കുളി ഇടിയാതിലൂടെ കൊള്ളാതാ മൻകുട്ട. താഴെ പോണോട്ടെ. അവിടെ പോണം ഗൈസ്. അത് വടാട്ടുപാറയിലെ മനോഹരമായ വെള്ളച്ചാട്ടത്തിലാണ് നിൽക്കുന്നത് ഗൈസ്. ഇഷ്ടായുണ്ട്. അപ്പൊ ഞങ്ങള് വടാട്ടുപാറ അല്ലേ വടാട്ടുപാറ എത്തി. വടാട്ടുപാറ രസം പറയൂ. ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ നല്ലോണം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റിയൊരു സ്ഥലമാണ് ഗൈസ്. അധികം ഡേഞ്ചർ ആയിട്ടുള്ള സ്പോട്ടും കാര്യങ്ങളൊന്നുമല്ല. ഇതൊക്കെ അവിടുത്തെ പയ്യന്മാരാണ്. അപ്പോൾ അവരൊക്കെ കുളിക്കണതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ ആഴം ഉണ്ടാവും. കുറച്ച് ആഴമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാൽ പോലും അത്യാവശ്യം സേഫ് ആയിട്ടുള്ള സ്ഥലമൊക്കെയാണ്. നല്ല രസമാണ്. വെള്ളച്ചാട്ടവും വ്യൂ ഒക്കെ കാണാൻ അടിപൊളിയാണ്. ഇത് ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല, ഇവിടെ നിന്ന് താഴേക്ക് പോകുമ്പോഴാണെങ്കിലും കുറേ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. ഇവിടെ കുറച്ച് മനക്കിടെ വീണ കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ കുറച്ച് എന്താ പറയുക ഹൈറ്റ് ഉണ്ട്. നല്ല ആഴമുള്ള സ്ഥലമാണ്. ബാക്കി എല്ലാവരും എത്തണുള്ളൂ.
കുറേ നാളായി വെള്ളച്ചാട്ടത്തിൽ പോകണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം തുടങ്ങിയിട്ട്. പിന്നെ കുറേ ആയി മണിക്കൂറിൻ്റെ അടുത്ത് പറയണം. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങാനൊക്കെ ഒരു മടിയുണ്ടെങ്കിലും പിന്നെ ഞാൻ വിചാരിച്ചു ഇറങ്ങണം. ഇത്രയും നല്ല സ്ഥലത്ത് വന്നിട്ട് വെള്ളത്തിൽ കളിക്കാണ്ട് വെറുതെ കാല് നനച്ചിട്ട് പോണത് നഷ്ടമായി പോയില്ലേ. അതുകൊണ്ട് ഇറങ്ങി ഒന്നും നോക്കിയില്ല, ഇറങ്ങി മുങ്ങി കുളിച്ചു. പക്ഷേ എന്നെക്കാളും ആഴമുള്ളതുകൊണ്ട് എനിക്ക് നീന്താനൊന്നും അറിയില്ല ഗൈസ്. എന്നെക്കാളും ആഴമുള്ളത് കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടാണ് അവിടെ നിന്നതൊക്കെ. പിന്നെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഇടയിലായിട്ടൊരു ഗുഹ പോലൊരു സ്ഥലമുണ്ട്. അവിടെ പോകണം ഗൈസ്, മസ്റ്റായിട്ടും പോകണം. പോകാൻ പറ്റണവരട്ടെ, റിസ്ക് എടുത്തോടൊന്നും പോകണ്ട. ഞങ്ങൾ ഈ പയ്യന്മാർ കുറേ ഹെൽപ്പ് ചെയ്തു. ഇവർ അവിടെയുള്ള കുട്ടികളാണ്. അപ്പോൾ അവരൊക്കെ അവിടെ നിൽക്കണുണ്ടപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒഴുക്കിൽ തിരിച്ച് നമ്മൾ അതുപോലെ തിരിച്ച് ആ ഫ്ലോയിൽ തിരിച്ച് വരും. എങ്കിൽ പോലും അവർ മണിക്കൂട്ടനെ ആദ്യം കഷ്ടപ്പെട്ട് കൊണ്ടുപോയി. അപ്പോൾ മണിക്കൂട്ടൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അടിപൊളി വൈബ്. അപ്പോൾ മണിക്കൂട്ടൻ ഞങ്ങളെ എങ്ങനെയെങ്കിലും അവിടെ കൊണ്ടുപോകണം, എന്നെ എങ്ങനെയെങ്കിലും ആ ഒരു വൈബ് അറിയിപ്പിക്കണം എന്നുള്ളൊരു സെറ്റപ്പായി പുള്ളിക്ക്. മണിക്കൂട്ടായിട്ട് അവരോട് കഷ്ടപ്പെട്ടാ നമുക്ക് ഇവരെയും കൂടി കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട് അവന്മാരുടെ ഇതുപോലെ പിടിച്ച് ഒരാൾ കയറി ഞങ്ങളെയും കൂടി ഇങ്ങനെ പിടിച്ചാണ് ഞങ്ങളെ എത്തിച്ചത് ഗൈസ്. അവിടെ ചെന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അത് മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു കാര്യമാണ്, അടിപൊളിയാണ്. പക്ഷേ റിസ്ക് എടുത്തൊന്നും പോകണമെന്ന് ഞാൻ പറയില്ല. കാരണം ഞങ്ങൾ പോയ സമയത്ത് മഴ സമയത്താണ്, നല്ല വെള്ളച്ചാട്ടം, നല്ല ഒഴുക്കുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് അതേ ഫോഴ്സിൽ തന്നെ തിരിച്ചിങ്ങോട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച്. പിന്നെ പാറകളൊന്നും അത്ര വഴുക്കലും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് കുറച്ച് സേഫാണ്. എന്നാൽ പോലും തിരിച്ച് വരുമ്പോൾ പാറകളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഇടിക്കാണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കണം. അഭിരാമൊക്കെ കുറേ നേരമായി നിൽക്കാൻ നോക്കണു. ഇതാണ് എന്നെ കഷ്ടപ്പെട്ട് അവർ പിടിച്ച് കൊണ്ടുപോകണ കാഴ്ചയാണ്. ഞാൻ എങ്ങനെയൊക്കെയോ എത്തി വലിഞ്ഞ് അങ്ങോട്ട് എന്നെ കൊണ്ടെത്തിച്ചു. ആ പയ്യൻ നിൽക്കണതിൻ്റെ തൊട്ട് താഴെ ആയിട്ടാണ് ആ വെള്ളച്ചാട്ടത്തിന് ഒരു കേവ് പോലെയാണ്. അപ്പോൾ വെള്ളച്ചാട്ടം വീണുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് അവിടുത്തെ ഒരു എക്കോ പോലെ എനിക്ക് എന്തറിയില്ല, ഭയങ്കര ഫീലാണ് അവിടെ മസ്റ്റായിട്ടും എന്താ പറയുക, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അടിപൊളി. ഞാൻ അവിടെ നിന്ന് പറയുന്നതൊന്നും പുറത്ത് കേൾക്കാൻ പോലും പറ്റില്ല എന്ന് തോന്നുന്നു. ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവിടെ ചെന്നിട്ടുള്ള എക്സ്പീരിയൻസ്. അങ്ങനെ ഞാനും അശ്വിനും അഭിരാമും എല്ലാം അവിടുത്തെ. ഇപ്പോൾ നസ്രിക്ക് ഇറങ്ങാൻ പറ്റിയില്ല, നസ്രിക്ക് വെള്ളത്തിലിറങ്ങാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ കിടന്ന് മറിയണം. അവളും കുറേ ആഗ്രഹിച്ചതൊക്കെയാണ് വെള്ളത്തിലിറങ്ങണമെന്ന്, പക്ഷെ ഇറങ്ങാൻ പറ്റിയില്ല പാവത്തിന്. അപ്പോൾ ഇനിയും ഞങ്ങൾ ഒരു ദിവസം ഇതുപോലെ പോകും. അപ്പോൾ ഞങ്ങൾ പോയത് നല്ല ടൈമായിട്ട് അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതുണ്ടായിരുന്നു. പിന്നെ ഈ ഊർന്നിറങ്ങി വന്നത് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കത് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു, എവിടെയെങ്കിലുമൊക്കെ പോയി ഇടിക്കുകയോ അങ്ങനെയൊക്കെ. പക്ഷേ അടിപൊളിയായിരുന്നു ഗൈസ്. മുങ്ങിത്താഴ്ന്നു. ഗായ്സ്, അപ്പോൾ ഞങ്ങളിത് നമ്മളിപ്പോൾ വടാട്ടുപാറയിൽ നേരെ കോതമംഗലത്തേക്കാട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത്. വടാട്ടുപാറയിൽ പോയിട്ട് വടാട്ടുപാറയിൽ പോയി കുളി കഴിഞ്ഞ് കോതമംഗലം അബാദ് ഹോട്ടലിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഓർഡർ ചെയ്ത്, അപ്പോൾ ഒരു ഫുള്ളും ഒരു ഹാഫ് ആൻ അവർ ഓർഡർ ചെയ്തത്. ഗായ്സ് എല്ലാവരും ഉണ്ട്. ഞാൻ നോക്കിയിരിക്കാണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ബൈ ഗൈസ്.